ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾ മുൻപെങ്ങുമില്ലാത്ത വിധം അതീവ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇരുപക്ഷത്തു നിന്നും തുടർച്ചയായി ഉണ്ടാകുന്ന അതിശക്തമായ ആക്രമണങ്ങൾ പശ്ചിമേഷ്യയെ ഒന്നടങ്കം ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുന്നു എന്ന ഭീതിയാണ് ഇപ്പോൾ ആഗോളതലത്തിൽ ഉയരുന്നത്. ഇറാൻ പിന്തുണയുള്ള ലബനീസ് സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും ഇസ്രയേൽ പ്രതിരോധ സേനയും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം ഒരു അതിർത്തി തർക്കം മാത്രമല്ല, മറിച്ച് മേഖലയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ലബനന്റെ തെക്കൻ മേഖലയിൽ വെച്ച് ഇസ്രയേൽ സൈന്യത്തിന്റെ കവചിത വാഹനമായ ഹംവി നേരിട്ടുള്ള ആക്രമണത്തിൽ തകർക്കുന്നതിന്റെ ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഹിസ്ബുള്ള പുറത്തുവിട്ടതോടെയാണ് സംഘർഷം പുതിയ തലത്തിലെത്തിയത്. ഇസ്രയേലിന്റെ തകർക്കാനാവാത്ത പ്രതിരോധ കവചങ്ങളെ പോലും ഭേദിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് തെളിയിക്കാനാണ് ഇതിലൂടെ ഹിസ്ബുള്ള ലക്ഷ്യമിട്ടത്. ബോംബുകൾ നിറച്ച ഡ്രോണുകളും അത്യാധുനിക മിസൈലുകളും ഉപയോഗിച്ചുള്ള ഈ നീക്കം ഇസ്രയേൽ സൈന്യത്തിന് വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ഹിസ്ബുള്ള പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങളിൽ ദൂരനിയന്ത്രിത മിസൈലുകൾ ഉപയോഗിച്ച് കൃത്യമായ ലക്ഷ്യസ്ഥാനത്ത് പ്രഹരമേൽപ്പിക്കുന്നത് വ്യക്തമാണ്. സൈനിക വാഹനങ്ങൾ ലക്ഷ്യം വെക്കുന്നതിലൂടെ ഇസ്രയേലിന്റെ ആത്മവീര്യം തകർക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഇതിന് മറുപടിയായി ഇസ്രയേൽ ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ കനത്ത വ്യോമാക്രമണമാണ് നടത്തുന്നത്. ഇരുഭാഗത്തും വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും ആരും പിന്മാറാൻ തയ്യാറല്ലെന്നതാണ് നിലവിലെ സാഹചര്യം. റോക്കറ്റ് ആക്രമണങ്ങളുടെയും ഡ്രോൺ വിന്യാസത്തിന്റെയും പശ്ചാത്തലത്തിൽ വടക്കൻ ഇസ്രയേലിലെ ആയിരക്കണക്കിന് താമസക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ജനവാസ മേഖലകളിൽ റോക്കറ്റുകൾ പതിക്കുന്നത് വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നുണ്ട്. ലബനനിലെയും അവസ്ഥ സമാനമാണ്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങൾ കൂട്ടത്തോടെ ഒഴിഞ്ഞു പോവുകയാണ്. യുദ്ധത്തിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഇരു രാജ്യങ്ങളിലെയും സാധാരണക്കാരായ ജനങ്ങളാണ്. അന്താരാഷ്ട്ര സമൂഹം സമാധാനത്തിനായി ആഹ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും തങ്ങളുടെ ഭൂമിയിൽ കടന്നു കയറുന്ന ഇസ്രയേൽ സൈന്യത്തെ തുരത്തുമെന്ന് ഹിസ്ബുള്ള ആവർത്തിക്കുകയാണ്. ഇസ്രയേൽ ആകട്ടെ തങ്ങളുടെ അതിർത്തി സുരക്ഷിതമാക്കാതെ പിന്മാറില്ലെന്ന ഉറച്ച നിലപാടിലുമാണ്. ഈ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം ഒരു പൂർണ്ണമായ യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ലബനന്റെ ആകാശത്ത് ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ വട്ടമിട്ട് പറക്കുമ്പോൾ താഴെ ഹിസ്ബുള്ളയുടെ മിസൈൽ ലോഞ്ചറുകൾ സജ്ജമായി നിൽക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യയിലെ വളർച്ച ഇസ്രയേലിന്റെ പ്രശസ്തമായ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തിന് പോലും വെല്ലുവിളിയാകുന്നുണ്ട്. താഴ്ന്നു പറക്കുന്ന ഡ്രോണുകളെ കണ്ടെത്തുക എന്നത് പലപ്പോഴും ദുഷ്കരമാണ്. ഇവ സൈനിക കേന്ദ്രങ്ങളിലോ ജനവാസ കേന്ദ്രങ്ങളിലോ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം വളരെ വലുതുമാണ്. ആധുനിക യുദ്ധമുറകളിൽ ഹിസ്ബുള്ള കൈവരിച്ചിട്ടുള്ള ഈ പുരോഗതി ഗൗരവകരമായ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ഈ യുദ്ധം അവസാനിക്കുന്നത് എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് പല നിഗമനങ്ങളുമുണ്ട്. സൈനികമായ ഒരു അടിച്ചമർത്തലിലൂടെ മാത്രം ഹിസ്ബുള്ളയെ പോലൊരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് പ്രായോഗികമായി പ്രയാസമായിരിക്കും. കഴിഞ്ഞ കാലങ്ങളിലെ യുദ്ധങ്ങൾ നൽകുന്ന പാഠം അതാണ്. അതിനാൽ തന്നെ ഒരു അന്താരാഷ്ട്ര മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ മാത്രമായിരിക്കും ഇതിനൊരു താൽക്കാലിക ആശ്വാസം നൽകുക. എന്നാൽ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെങ്കിൽ രാഷ്ട്രീയമായ വിട്ടുവീഴ്ചകൾ അനിവാര്യമാണ്. ഇറാന്റെ പങ്ക് ഇവിടെ നിർണായകമാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ വിജയിച്ചാൽ മാത്രമേ പശ്ചിമേഷ്യയിലെ സായുധ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ കഴിയൂ. അല്ലാത്തപക്ഷം ഈ നിഴൽയുദ്ധം ദീർഘകാലം തുടർന്നേക്കാം. മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളുടെ നിലപാടുകളും ഈ യുദ്ധത്തിന്റെ ഭാവി നിർണയിക്കും. ലബനൻ അതിർത്തിയിൽ ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാണ്. ആയുധങ്ങൾ കൊണ്ട് നേടാൻ കഴിയാത്തത് സംഭാഷണങ്ങളിലൂടെ നേടിയെടുക്കാൻ ഇരുപക്ഷവും തയ്യാറാകണം. ഹൈഫയിലെയും ബെയ്റൂട്ടിലെയും തെരുവുകളിൽ സമാധാനം പുലരണമെങ്കിൽ വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കേണ്ടതുണ്ട്. മനുഷ്യജീവന് വില കൽപ്പിക്കുന്ന ഒരു പുതിയ കാലത്തിനായി ലോകം കാത്തിരിക്കുകയാണ്. യുദ്ധം ആർക്കും ഗുണകരമല്ലെന്ന സത്യം ചരിത്രം പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. തകർന്നടിഞ്ഞ നഗരങ്ങളും അനാഥരായ കുഞ്ഞുങ്ങളും മാത്രമായിരിക്കും യുദ്ധം അവശേഷിപ്പിക്കുന്ന വിജയചിഹ്നങ്ങൾ. ഹിസ്ബുള്ളയും ഇസ്രായേലും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയുകയും നയതന്ത്രത്തിന്റെ പാതയിലേക്ക് മടങ്ങുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.